ഹായ്, ഞാൻ ഏത് ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് നടക്കണതെന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ഞങ്ങൾ പോയത് അങ്കമാലിയിലെ അഡ്ലസ് കൺവെൻഷൻ സെൻറ്ററിലെ ഫാഷൻ എക്സ്പോ കാണാനാണ് ഞങ്ങൾ പോയത്. പോണ വഴിയിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി പാലത്തെ കൂടെയാണ് പോണത്. പാലത്തിൻ്റെ സൈഡിൽ പുഴ കാണാം. നമുക്ക് നല്ല സീനറിയാണ്, നല്ല അടിപൊളി സീനറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല പച്ചപ്പും നല്ല വാഴത്തോപ്പുകളും തെങ്ങും തോപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയതായി പണി കഴിഞ്ഞ പാലത്തിൻ്റെ മേലെ കൂടിയാണ്. കുറേ സ്ഥലത്ത് പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ദൂരമുണ്ട് നമുക്ക് ഗുരുവായൂരിൽ അങ്കമാലി വരെ പോവാൻ. ഈ പാലം പണി മുഴുവനായിട്ട് കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്തേക്ക് പോകണ എല്ലാവർക്കും വേഗം തന്നെ അവിടെ എത്തിച്ചേരാൻ കഴിയും. റോഡ് പണി നടക്കണതിൻ്റെ മണ്ണൊക്കെയാണ് ഇവിടെ കൂനയായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ കുറേ ഫാഷൻ എക്സ്പോയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഓരോ എക്സ്പോയും ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. 10 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അറ്റ്ലസിലെത്തുമ്പോൾ ഉച്ചയാവാറായിട്ടുണ്ട്. ഞങ്ങൾ പോയത് എക്സ്പോൻ്റെ 2ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഫുള്ള് കാറായിരുന്നു. പാർക്കിങ്ങിൽ ഫുള്ള് വണ്ടികളും കാറുകളും ബൈക്കുകളും ഒക്കെ ആയിരുന്നു. പാർക്കിങ്ങിന് സ്പേസ് കിട്ടാണ്ട് ഞങ്ങൾ കുറേ ടൈം അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം എക്സ്പോൻ്റെ ഉള്ളിൽ കയറി. സ്പോട്ട് രജിസ്ട്രേഷനാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വിശാലമായ സ്പേസിൽ ഓരോ സ്റ്റോളിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 60-ൽ പരം സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. സ്റ്റോളുകളിലെ കൂടുതലായിട്ടുണ്ടായിരുന്നത് സാരികളാണ് ഉണ്ടായിരുന്നത്. മെറ്റീരിയൽസും സൽവാർ മെറ്റീരിയൽസൊക്കെ കുറവായിരുന്നു. കൂടുതൽ റെഡിമെയ്ഡ്സും സാരികളാണ് ഉണ്ടായിരുന്നത്. സാരികളിൽ ടിഷ്യൂ സാരി, മൊഡാൽ സിൽക്സ്, പിന്നെ മൽമൽ കോട്ടൺ, ഭയങ്കര ട്രെൻഡിങ്ങിൽ ഇപ്പോൾ പോകണ മൽമൽ കോട്ടൺ സാരികൾ, ബനാറസി, അങ്ങനത്തെ സാരികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ബൈ ബൈ കിട്ടണ ലെഹങ്കാസ്, അങ്ങനെ ബ്രൈഡ്സിന് പറ്റിയ നല്ല അടിപൊളി ഹെവി വർക്ക് വരുന്ന ബ്രൈഡ്സിൻ്റെ ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് ഈ സ്റ്റോളിലുണ്ടായിരുന്നത്. ഡ്രസ്സിൽ ഫുള്ള് വരുന്നത് ഈ കട്ട് ബീഡ്സ് വർക്ക്, സീക്വൻസ് വർക്ക്, ത്രെഡ് വർക്ക്, അങ്ങനെ ഹെവി ആയിട്ടുള്ള വലിയ ഡിസൈനിലാണ് ഈ വർക്കുകളൊക്കെ വന്നുള്ളത്. നല്ല പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കയറിയ സ്റ്റോളിൽ സൽവാർ മെറ്റീരിയൽസാണ് ഉണ്ടായിരുന്നത്. നല്ല കട്ട് വർക്കും ത്രെഡ് വർക്കും ഒക്കെയുള്ള നല്ല പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബനാറസി സൽവാർ മെറ്റീരിയൽസ്, ബനാറസി സാരികൾ, എക്സ്പോയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സൽവാർ മെറ്റീരിയൽസും സാരീസും നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും സെയിലായിട്ടുള്ളതായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് തന്നെയാണ് ഈ എക്സ്പോയിലും ഞങ്ങൾ കണ്ടത്. ചില സ്റ്റോളുകളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അലൗഡ് അല്ലായിരുന്നു. എക്സിബിഷൻ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു. ബായ്.